അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുടെ ദൈവങ്ങൾ നിങ്ങൾ തെറി പറയാൻ പാടില്ല, അവരെ അവഹേളിക്കാൻ പാടില്ല, അവരെ ഇകഴ്ത്താൻ പാടില്ല, അപമാനിക്കാൻ പാടില്ല. ഇത് ഖുർആനിന്റെ അധ്യാപനമാണ്, ഖുർആൻ പഠിപ്പിച്ചു തരുന്ന നിഷ്കർഷത വെക്കുന്ന കാര്യമാണ്. ഇതാണ് മുസ്ലിങ്ങളുടെ നിലപാട്, ഇതാണ് വിശ്വാസിയുടെ നിലപാട്. എന്നിട്ടും ഇസ്ലാമിനും ഖുർആനും നേരെയാണ്. സ്വർഗത്തിൽ ആരെങ്കിലും പോയിട്ടുണ്ടോ? പൂരികൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ചന്ദ്രനെ നോക്കിയിട്ടല്ലേ നിങ്ങൾ നിസ്കരിക്കുന്നത്? നമ്മൾ എന്ത് ചെയ്തു? മുസ്ലിങ്ങൾ എന്ത് ചെയ്തു? മുസ്ലിങ്ങൾ എന്ത് പറഞ്ഞു നിങ്ങളെ? ഇസ്ലാമിന്റെ സംസ്കാരമല്ല പ്രിയപ്പെട്ടവരെ മറ്റുള്ള ദൈവങ്ങളെ അവഹേളിക്കുക എന്നത്, പരിഹസിക്കുക എന്നത്. അത് തെറ്റാണ്. ഇസ്ലാം തന്നെ തെറ്റായി പഠിപ്പിക്കുന്ന വിഷയമാണ്. മാത്രല്ല, ഇങ്ങോട്ട് തെറി പറഞ്ഞാൽ എന്ത് നിലപാടെടുക്കേണ്ടത്? ഇപ്പൊ അന്യമതത്തിൽപ്പെട്ട ഒരാൾ, അന്യ സംസ്കാരത്തിൽപ്പെട്ട ഒരാൾ ഇസ്ലാമിൽ അള്ളാഹുവിനെയും മുഹമ്മദ് നബിയൊക്കെ തെറി പറയാൻ എന്ത് നിലപാടാണ് നമ്മൾ എടുക്കേണ്ടത്? ഓനെ തിരിച്ചു തെറി, അവരുടെ ദൈവത്തെ തിരിച്ചു തെറി പറയേ? ഓന്റെ കൈ പോയി വെട്ടേ? അതാണോ ചെയ്യേണ്ടത്? അല്ല. അതിനുള്ള നിലപാടെന്നാണ് കൃത്യമായ ഇസ്ലാമിക പ്രമാണങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇന്നാ കഫൈനാക്കൽ മുസ്തഹ്സിഈൻ. റസൂലിനോട് അല്ലാഹ് പറയാ, റസൂൽ അങ്ങേ കളിയാക്കുന്നവർ, അവരെ കൈകാര്യം ചെയ്യാൻ ഞാൻ മതി, ഞാൻ നോക്കിക്കോളാം അവരെ എന്ന് അല്ലാഹുവാണ് പറയുന്നത്. റസൂലിനെ ആദ്യം ചീത്ത പറഞ്ഞത് ആരാണ് പ്രിയപ്പെട്ടവരെ? തബ്ബല്ലക യാ മുഹമ്മദ് അലിഹാദാ ജമഅതനാ എന്ന് പറഞ്ഞ് റസൂലെ നീ നശിക്കട്ടെ, മുഹമ്മദെ നീ നശിക്കട്ടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ് ആദ്യമായി റസൂലിനെ തെറി പറഞ്ഞ അബൂലഹബിന്റെ നാവ് മുറിച്ചു കൊണ്ടുവരാൻ റസൂൽ സഹാബത്തിനോട് പറഞ്ഞോ? ഇല്ല. അങ്ങനെ ഒരു സംസ്കാരം ഇസ്ലാമിൽ ഉണ്ടോ? ഇല്ല. അത് അനുവദനീയമാണോ? അല്ല. അങ്ങനെ ചെയ്താൽ എന്താണ് അവന്റെ വിധി? അവന് കുറ്റം കിട്ടും, ശിക്ഷ കിട്ടും റബ്ബിന്റെ കയ്യിൽ നിന്ന്, ഒരു സംശയമില്ല. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിന്റെ ഈ യഥാർത്ഥ നിലപാടിൽ നിന്ന് ചില ആളുകളെങ്കിലും തെറ്റി മാറി ചിന്തിച്ചത് കൊണ്ടാണ് ഒരു കാലഘട്ടത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹിന്റെ പേരിന്റെ കൂടെ പച്ചത്തെറി എഴുതി വെച്ച ഒരു അധ്യാപകൻ ഇന്നും ചാനലിൽ ഇരുന്നു കൊണ്ട് ഈ പറയുന്ന വർഗീയത വിളമ്പുന്നത്. ഇന്ന് അയാൾ പറയുന്നതെല്ലാം ഒരു ഇരയുടെ വാദമാണ്. അയാളെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയ ആ സമയത്ത് കേരളക്കാരെ മുഴുവൻ അയാൾ വിമർശിച്ചു. അയാളുടെ വർഗീയതയ്ക്കെതിരെ കേരളം മുഴുവൻ പരിതപിച്ചു. എല്ലാവരും അയാൾ കുറ്റം പറഞ്ഞു. ഇന്ന് അയാൾ ഇരയാണ്. അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തതാരാണ്? അതിനുള്ള വഴി ഉണ്ടാക്കി കൊടുത്തതാരാണ്? ഈ പറയുന്ന ആവേശജീവികൾ. യഥാർത്ഥ ഇസ്ലാമിന്റെ ആദർശം നിങ്ങൾ എവിടെ പറഞ്ഞാലും തെറിയ അഭിഷേകം മാത്രമേ കിട്ടുള്ളൂ. ഇവിടെ ആവേശാണ് വലുത്. നിസ്കരിക്കാൻ പള്ളിയിലേക്കൊന്നും വരില്ല, സുബഹിസ്കരിക്കാൻ വരൂല, കൃത്യമായി ജമാഅത്തും നിസ്കരിക്കൂല, സക്കാത്തും കൊടുക്കൂല, സിനിമയും കാണും, പാട്ടും കേൾക്കും, മ്യൂസിക്കും എല്ലാം കേൾക്കും. പക്ഷെ ആവേശാണ്. ആവേശത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞു പോയാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ അടക്കം ഉള്ള പല ദായിമാരും ഈ അടുത്ത ദിവസങ്ങളിലായി ഫേസ്ബുക്കിൽ പുളിച്ച തെറി കേട്ടുകൊണ്ടിരിക്കുകയാണ്, കമന്റുകളിലൂടെയും ഇൻബോക്സുകളിലൂടെയും. എന്താണ്? ഇസ്ലാമിന്റെ യഥാർത്ഥ നിലപാട് പറഞ്ഞതാണ്. ഇസ്ലാമിന് പ്രമാണത്തിനൊരു നിലപാടില്ലേ? ഖുർആനും ഹദീസിനും ഒരു നിലപാടില്ലേ? ആ നിലപാട് പറഞ്ഞാൽ തെറിയാണ്. എന്നിട്ട് എന്താ പറയാ? നിന്നൊക്കെ ആകെ സംഘികളുടെ ഷൂ നക്കാൻ മാത്രമേ പറ്റുള്ളൂ, ചെരുപ്പ് നക്കാൻ, എന്തും പറഞ്ഞോട്ടെ, അതുപോലെ തിരിച്ചു പ്രതികരിക്കുക എന്നുള്ളത് നമ്മുടെ സംസ്കാരമല്ലല്ലോ പ്രിയപ്പെട്ടവരെ. നമ്മുടെ ദൈവത്തെ, നമ്മുടെ പടച്ചോനെ, നമ്മുടെ റസൂലിനെ ഇങ്ങോട്ട് തെറി വിളിച്ചാൽ അതേപോലെ അങ്ങോട്ട് തെറി വിളിക്കാൻ നമുക്ക് പറ്റോ? ഇനി ഇവിടെ ഒരു കലാപുണ്ടായിരിക്കും, അള്ളാഹു കാക്കട്ടെ, റബ്ബ് കാത്തുരക്ഷിക്കട്ടെ. ഇവിടെ ഒരു കലാപുണ്ടായിരിക്കും. എൻ്റെ വീട്ടിലേക്ക് ചില ഈ പറയുന്ന വർഗീയവാദികൾ കയറി വന്നിട്ട് എൻ്റെ ഉമ്മാനെയും എൻ്റെ പെങ്ങന്മാരെയും ക്രൂരമായി ഉപദ്രവിക്കാൻ നേരിക്ക്. എന്നിട്ട് അവൻ പോയി അവന്റെ വീട്ടിൽ കയറി ചെന്ന് അവന്റെ മാതാവിനെയും പെങ്ങന്മാരെയും അതുപോലെ ചെയ്യാൻ എനിക്ക് അവകാശമുണ്ടോ? ഇല്ല. അതാണ് ഇസ്ലാമിന്റെ നിലപാട്. ഇനി രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുകയാണ്, ഇസ്ലാമിക രാജ്യവും വേറൊരു രാജ്യവും തമ്മിൽ യുദ്ധം നടക്കാന്ന് വിചാരിക്കുക. അനിസ്ലാമിക രാജ്യത്തെ പട്ടാളം വന്നിട്ട് ഈ ഇസ്ലാമിക രാജ്യത്തുള്ള മുസ്ലിം കുട്ടികളെ ഒന്നാകെ കുറെ കുട്ടികളെ കൊന്നുകളഞ്ഞു വിചാരിക്കാം. ഇതുപോലെ ഇസ്ലാമിക സൈന്യത്തിന് ആ രാജ്യത്തിലേക്ക് ഇറച്ചു കയറി അവിടെയുള്ള പിഞ്ചു പൈതങ്ങളെ പിടിച്ചു കൊല്ലാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല, സാധ്യമല്ല. ഇസ്ലാമിക സൈന്യവും വേറൊരു സൈന്യവും തമ്മിൽ പോരാട്ടം നടക്കുമ്പോ അപ്പുറത്തുള്ള സൈന്യം ഇപ്പുറത്തുള്ള മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ചില സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു വിചാരിക്കാം, ക്രൂരമായി പീഡിപ്പിച്ചു വിചാരിക്കാം. അതുപോലെ അപ്പുറത്ത് പോയി ആ വൃത്തികേട് കാണിക്കാൻ ഇസ്ലാമിക സൈന്യത്തിന് പറ്റോ? മുസ്ലിം സൈന്യത്തിന് പറ്റോ? ഇല്ല. ഇസ്ലാമിന് വ്യക്തമായ നിയമങ്ങൾ, പ്രിയപ്പെട്ടവരെ. മനുഷ്യത്വത്തിന്റെ, മനുഷ്യസ്നേഹത്തിന്റെ, വിട്ടുവീഴ്ചയുടെ, മര്യാദയുടെ പരമകാഷ്ഠയാണ് പരിശുദ്ധ ഇസ്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിന്റെ അപ്പുറത്തേക്ക് ഈ പറയപ്പെടുന്ന ആവേശങ്ങളെല്ലാം ഇസ്ലാമിക പ്രമാണങ്ങളുടെ പുറത്താണ് എന്നും നമ്മൾ മനസ്സിലാക്കുക. സംയമനത്തിന്റെയും വിവേകത്തിന്റെയും പക്വതയുടെയും വാക്കുകളാണ് നമ്മുടെ വായിൽ നിന്ന് ഉതിർന്നു വീഴേണ്ടത്. അത് ഭീരുത്വമല്ല പ്രിയപ്പെട്ടവരെ.
ഫാസിസത്തിന്റെ മുന്നിൽ പേടിച്ചു നിൽക്കാനല്ല ഈ പറയുന്നത്. റസൂലും സ്വഹാബത്തും എടുത്ത നിലപാട്, മൂസാ നബിയും അദ്ദേഹത്തിന്റെ സഹോദരൻ ഹാറൂൻ നബിയും എടുത്ത നിലപാട്, മുൻകാലഘട്ടത്തിലെ പ്രവാചകന്മാർ മുഴുവനും സ്വീകരിച്ച നിലപാട്, ആ നിലപാടാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ആ നിലപാടാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ നിലപാടെന്ന് മനസ്സിലാക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല പ്രാമാണികമായ നിലപാടിന്റെ കൂടെ ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വനസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.